മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ചർച്ചകളെല്ലാം സജീവമാക്കുകയാണ് ബിജെപി. മണിപ്പൂരിന് ചുമതലയുള്ള സംപിത് പിത്ര എംഎൽഎമാരുമായും വിവിധ സംഘടനകളുമായും പ്രത്യേകം ചർച്ച നടത്തി. മേത്തേ വിഭാഗത്തിൽ നിന്നുള്ളയാളെ അംഗീകരിക്കില്ലെന്ന് കുക്കി വിഭാഗം നിലപാടെടുത്തു. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാൻ തൽക്കാലം എന്തായാലും ബിജെപി ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സൂചനകൾ. വളരെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും മേത്തേ കുക്കി വിഭാഗങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാകാത്ത തരത്തിൽ ഒരാളെ കണ്ടുപിടിക്കുക വെല്ലുവിളിയാവില്ലേ? അതെ ശ്രീജ, സമവായത്തിലൂടെ ഒരു പ്രശ്നപരിഹാരം, പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തുക, അതാണിപ്പോൾ ബി.ജെ.പിയുടെ ലക്ഷ്യം. ഏതായാലും തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. ഇന്നലെ തന്നെ ബി.ജെ.പിയുടെ നോർത്ത് ഈസ്റ്റ് കോർഡിനേറ്ററായ സംബിത് പാത്ര ഇംഫാലിലെത്തി ചർച്ച നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എംഎൽഎമാരുമായി അദ്ദേഹം പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. വിവിധ സംഘടനകളുമായി കൂടിക്കാഴ്ച നടത്തി. സഖ്യകക്ഷി നേതാക്കളെയും കണ്ടു. ഏതായാലും കുക്കി വിഭാഗം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ബീരൻ സിംഗ് മെയ്തൈ വിഭാഗത്തിനുള്ള നേതാവാണ്. പുതിയ മുഖ്യമന്ത്രിയും മെയ്തൈ വിഭാഗത്തിൽ നിന്നാണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നൊരു നിലപാട് കുക്കി വിഭാഗം ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. സഖ്യകക്ഷികളും സംബിത് പാത്രയെ ഈ വിഷയത്തിൽ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നും ചർച്ചകൾ തുടരും. എംഎൽഎമാരെ കാണും. അങ്ങനെ ഒരു സമവായമുണ്ടാക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പി കടക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ 3 പേരുകൾ പ്രധാനമായും ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, അതിലേറ്റവും പ്രധാനം, നിലവിൽ മന്ത്രിയായിട്ടുള്ള വൈ.കെ. സിംഗിൻ്റെ പേരാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത്. വൈ.കെ. സിംഗ് ബീരൻ സിംഗിന് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ഒപ്പം തന്നെ മുതിർന്ന നേതാവാണ്. നിലവിൽ മന്ത്രിസഭയിലെ അംഗമാണ്. മാത്രവുമല്ല RSSുമായി നല്ല ബന്ധം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ പേരിന് ഏതായാലും മുൻഗണന ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം നിലവിലെ സ്പീക്കറായ സത്യപ്രദ സിംഗിനെയും ഈ ഘട്ടത്തിൽ ബി.ജെ.പി പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹവും കടുത്ത നിലപാട് ബീരൻ സിംഗിനെതിരെ എടുത്തിരുന്നു. മാത്രവുമല്ല അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ അവിശ്വാസ പ്രമേയം വരികയാണെങ്കിൽ അത് തടയാൻ കഴിയില്ല എന്ന നിലപാട് പറഞ്ഞത് അദ്ദേഹമാണ്. കാരണം പാർട്ടിയിലെ എംഎൽഎമാരിൽ പലരും അവിശ്വാസ പ്രമേയത്തെ കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നും ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് നിലവിലെ സ്പീക്കർ കൂടിയായ സത്യപ്രദ സിംഗാണ്. അപ്പോൾ അക്കാര്യം പേരുകൂടി പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. ഇതുകൂടാതെ രാധേശ്യാം സിംഗ് മുൻ IAS ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ പേരും ചർച്ചകളിലുണ്ട് എന്നാണ് ഇപ്പോൾ ബി.ജെ.പി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ചർച്ചകൾ തുടരുകയാണ്. എംഎൽഎമാരുമായി വീണ്ടും ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും മറ്റു പ്രഖ്യാപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ശ്രീജ.